ചേട്ടാ, അപ്പോൾ അനിയൻ നായകനായിട്ടൊരു പടത്തിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട്? ചേട്ടനോട് നേരത്തെ ഈ കഥ ഒക്കെ പറഞ്ഞായിരുന്നോ അനിയൻ? പറഞ്ഞു. എങ്ങനെയുണ്ട്? ഒരുപാട് നാളായി ഞാൻ പണ്ട് സമയത്തോ ഏതായിരുന്നു വർഷം നമ്മുടെ കട്ടപക്ഷിയില് അസിനാവുമ്പോ എന്റെ പടം തകർച്ചുണ്ട്. നമുക്കൈയും ശ്രീനിവാസനും കട്ടയ്ക്ക് നിൽക്കുക. ആർക്ക് അവാർഡ് അങ്ങനെ വന്ന് പൃഥ്വിരാജ് അടിച്ചു. അതിന്റെ പൃഥ്വിരാജുണ്ട്, ആകെ ഞെട്ടി, നമുക്കൈയും ഞെട്ടി. പക്ഷെ ശ്രീനിവാസൻ സ്പെഷ്യൽ ജൂറിയുണ്ട്. എനിക്ക് വന്നാൽ എനിക്ക് സ്പെഷ്യൽ നടന അവാർഡ് കിട്ടുമ്പോ സംവിധായകനാണല്ലേ. ഇന്നിപ്പോ ശ്രീനിവാസന്റെ അടുത്ത് നടക്കാൻ വയ്യ, നീ എനിക്ക് പേരും സംസാരിച്ചോളാം. ഞാൻ പറഞ്ഞു സലികുമാറുണ്ട്, അപ്പൊ ഇനി എന്റെ ആവശ്യമില്ല. ഇന്നലെ പുള്ളിക്ക് ക്രിറ്റിക്സ് രത്നം എല്ലാവരും നമ്മുടെ ഒരു പടമാണ് ചെറുവയിൽ രാമൻ, അതിനേറ്റവും പാരിസ്ഥിതിക സിനിമയാണ്. അപ്പൊ അങ്ങനെ അനിയൻ നടനാവാൻ ടിപ്സൊക്കെ പറഞ്ഞെടുത്തോ? ടിപ്സ് ഒന്നും വരുന്ന പിള്ളേർക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ശേഷം വരുന്നവരല്ല ഐഫോൺ കണ്ടുപിടിച്ചില്ലല്ലോ, പിന്നെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക്. ചേട്ടനായിരുന്നു ആദ്യം പരിഗണിച്ചെന്ന് പറയണ്ടായിരുന്നു നടനായിട്ട്. ആദ്യം എന്നെടുത്ത് അറിയുള്ളൂ, കാണാവുന്നതിലൂടെ അവനെ കണ്ടു അല്ലേ. ആദ്യം ഒരു മനോരമ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞങ്ങളൊക്കെ വന്നു. നിങ്ങളെന്താ ടിപ്സ് കൊടുക്കുന്നത് ജൂനിയേഴ്സിന്? കടക്ക് കൊടുക്കും എന്ന് പറഞ്ഞാലും കടക്ക് അല്ല, നമ്മൾ ടിപ്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ നന്നായി അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവനെ എഴുത്ത് ആദ്യം മുതൽ താല്പര്യം ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് ഓണാക്ട് അവനാണ് എഴുതിയത് കാര്യമാണ്. അവന് ഞാൻ 7 വയസ്സ് വ്യത്യാസം. അവൻ എഴുതുന്ന ഓണാക്റ്റാണ് ഞാൻ ഹൈസ്കൂളിൽ പോയി കളിക്കുന്നത്. അപ്പോൾ എഴുത്തിനോട് കാരണം എഴുത്ത് എന്തുകൊണ്ടാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കും ഒരുപാട്. വായിക്കുന്നവരെ എഴുതും, നമ്മൾ പറയുള്ളൂ, കേൾക്കുന്നവരാണ്. പറന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ചേട്ടൻ വായിക്കാറൊന്നുമില്ലല്ലേ? ഞാൻ വായിക്കാറില്ല. ഒരു ദിവസം ഞാൻ ഒറ്റ ദിവസം ഫിഫ്ത്ത് മൗണ്ടൈൻ എന്നിട്ട് പൗലൊക്കെ അതുകൂടി എല്ലാം കിട്ടിയല്ലേ. അത് അപ്പോഴാണ് പുസ്തകത്തിൻ്റെ വില മനസ്സിലായത്. നമുക്ക് നാളേക്ക് ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ ഏഡ് എന്നുള്ളൊരു പ്രതീക്ഷ എന്താണ് അപ്പുറത്തെ. കാരണം ഒരു സമയമാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് സ്ഥലത്ത് കിടക്കണം. അറിയോ നിങ്ങളൊക്കെ? പോയില്ലല്ലോ. എല്ലാം പൊളിഞ്ഞു. പുതിയ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിലെ മഴ നിന്നല്ലോ. ഇപ്പോൾ ഇവിടെ ചൂട് തന്നെ കൂടിക്കൊണ്ടിരിക്കും, ഊട്ടിയിലും ചൂട് അല്ലേ. സ്കൂൾ തുറക്കാറായി, മഴ പെയ്യുന്ന പ്രദേശത്തിൽ വിശേഷങ്ങളെന്താ? ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കും അല്ലേ. നമ്മൾ ഞാൻ തെലുങ്കിൽ പോകുമ്പോഴും അവർ സംസാരിക്കുന്നത് അതായത് ദരിദ്ര ഭാഗത്തും നാട്ടിലൊക്കെ അവർ മലയാളം കണ്ടും കൂടിയല്ല. സലീമേട്ടന്റെ മകന്റെ ഒരു പടം 250 കോടി അടിച്ചിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 250 കോടിയിലല്ല സന്തോഷം, ആൾക്കാർ പടം കാണുന്നതിനും അവർക്ക് ഇഷ്ടപ്പെടുന്നതിനാണ്. ഈ 250 കോടി എത്ര കോടി കിട്ടിയാലും പോകും എന്നറിയുള്ളൂ അല്ലേ. പടം ആൾക്കാരെ ഉള്ളി കയറിയത് അങ്ങനെ കിട്ടും. ഈ ചന്തുവിനെ കാണുമ്പോഴേ ചില സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സലീമേട്ടൻ സലീമേട്ടൻ്റെ മോനല്ലേ. അന്നെ കാണുമ്പോൾ അച്ഛൻ്റെ ചായ ഒന്നുമില്ലേ? ഇല്ലേ? ഇല്ല, ആൾക്കാർ അങ്ങനെ കമന്റ് പറയാറില്ലേ സലീമേട്ടൻ? അല്ലേ. പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ. ചെറുപ്പത്തിലുണ്ടാവില്ല, പക്ഷെ വലുതാകുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് വരും. നമ്മളെ തിയേറ്ററിലൊക്കെ അമ്മേൻ്റെ കൂടെ വൈഫിൻ്റെ കൂടെ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് സലീമേട്ടൻ നടന്നു വരുന്ന ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ സലീമേട്ടൻ പറയുന്ന തഗ്ഗുകളൊക്കെ മകനും ഇപ്പോൾ പറയാറുണ്ട്.
എങ്ങനെയുണ്ട് മോൻ്റെ ഒരു വിജയത്തിൽ എങ്ങനെയുണ്ട് സലീമേട്ടൻ്റെ പ്രതികരണം എങ്ങനെയുണ്ട് ശരിക്കും? അങ്ങനെ വരട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വന്നിട്ടില്ലേ ഉള്ളൂ. അതിന് എതിർക്കാൻ പറ്റുമോ? കെട്ടാൻ പഠിക്കുന്നുണ്ട്. അതെ, പണ്ട് അച്ഛൻ ഇത് കിട്ടും, പിന്നെ മോൻ അത് കണ്ട് കണ്ട് എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ മോൻ? വൈകുന്നേരം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഊണ് കഴിഞ്ഞിട്ട് എന്താ ടിപ്സ് പറഞ്ഞു? എന്ത് ടിപ്സാ? ആരും പറഞ്ഞേക്കണ്ട, എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടം കണ്ടുപിടിച്ച് കൊണ്ടുപോകും. അതാണ് ഏറ്റവും വലിയ. അപ്പോൾ വളരട്ടെ. ഓക്കെ ഓക്കെ.